ഹായ് 5.5 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1400 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും ഡിസൈനുകളും അതോടൊപ്പം തന്നെ ഒരു വീടിന്റെ നിർമ്മാണ സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഹനീഫ് അനുഗ്രാസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലാണ് കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. വീട് നിർമ്മിക്കാനും വീടിന്റെ പ്ലാൻ 3D കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 3 ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന ഒരു പ്ലാനാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ഈ വീടിന്റെ എലിവേഷൻ ഡിസൈനും പ്ലാനും ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെയായിട്ടാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. 330-150 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. അടുത്ത ലിവിംഗ് ഏരിയ ആണ്. 330-330 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ സൈസ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസ് വരുന്നുണ്ട് 510-400 സെന്റിമീറ്റർ. ഇവിടെ കിച്ചൺ വർക്ക് ഏരിയ. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 360-330 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ അളവ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 360-330 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. 360-330 സെന്റിമീറ്റർ തന്നെയാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കാണാവുന്നതാണ്. വീടിന്റെ പ്ലാനിൽ വരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3D പ്ലാൻ കണ്ടാൽ മതി. അപ്പോൾ അടുത്തായിട്ട് ഈ ഒരു പ്ലാനിന്റെ 3D കട്ട് ഓഫ് പ്ലാൻ കാണാം. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് കാണാവുന്നതാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് ഈ ഒരു ലിവിംഗ് ഏരിയ, അടുത്ത ഡൈനിങ് ഏരിയ, ഇവിടെ കിച്ചൺ വർക്ക് ഏരിയ. ഇത് ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കാണാവുന്നതാണ്. ഇത് മൂന്നാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് എത്ര വരും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഫൗണ്ടേഷൻ 4,10,000 രൂപയാണ് ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. 1,400 സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത്. 1,400 സ്ക്വയർ ഫീറ്റും ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് 4,10,000 ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ളത് വീഡിയോയുടെ അവസാനം പറയാം. അടുത്തതിന്റെ സ്ട്രക്ചറൽ വർക്ക്, ബ്രിക്ക് വർക്ക്, അതുപോലെ ലിൻഡൽ സൺഷെയ്ഡ് വർക്ക് വരെയുള്ള കോസ്റ്റ് 9,77,000 രൂപയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ 13,88,000 രൂപ അതിന്റെ സ്ട്രക്ചറൽ വർക്ക് കഴിയുന്ന സമയത്ത് നമുക്ക് ചിലവ് വരുന്നുണ്ട്. അടുത്തായിട്ട് തന്നെ ഫിനിഷിംഗ് വർക്ക്, അതായത് പ്ലാസ്റ്ററിങ്, പെയിന്റിങ്, ടൈല്, അതുപോലെ ഡോറ്, വിൻഡോ, ഇലക്ട്രിക്കൽ, പ്ലംബിങ് ഇങ്ങനെയുള്ള വർക്കുകൾക്ക് വേണ്ടിയിട്ട് 12,99,000 രൂപ, എന്നിട്ട് 13 ലക്ഷം രൂപ ഇതിന്റെ മറ്റ് ഫിനിഷിംഗ് വർക്കുകൾക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആകെ 26,88,638 രൂപയാണ് ഈ ഒരു വീട് നിർമ്മിക്കുന്നതിന് നമുക്ക് ചെലവ് പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരുന്നത്. നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ഒരു റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഫൗണ്ടേഷൻ 2 അടി താഴ്ചയിലുള്ള ഫൗണ്ടേഷൻ, കരിങ്കല്ലുകൊണ്ടുള്ള ഫൗണ്ടേഷൻ, അതിന് മുകളിൽ ബെൽറ്റ്, PCC കോൺക്രീറ്റ്, സിമെന്റ് ബ്ലോക്ക് വെച്ചിട്ടുള്ള ബ്രിക്ക് വർക്ക്, അതുപോലെ RCC സ്ലാബ്, പ്ലാസ്റ്ററിങ്, പെയിന്റിങ്, ടൈല്, അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള സാനിറ്ററി ഫിറ്റിങ്സ് ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു റേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ ഫീറ്റിന് 1,920 രൂപയാണ് വരുന്നത്. പെർ സ്ക്വയർ ഫീറ്റ് 1,920 രൂപ ഈ വീട് നിർമ്മിക്കാനായിട്ട് ചിലവ് വരും. പക്ഷെ ഇത് നമുക്ക് എല്ലാ സൈറ്റിലും ഇതേ റേറ്റിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിപ്പോൾ ഫൗണ്ടേഷൻ ചില സമയത്ത് നമുക്ക് കൂടുതൽ എടുക്കേണ്ടതായിട്ട് വരും. അതിന്റെ കോസ്റ്റ് കൂടും. പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അതനുസരിച്ചും ഈ വീട് നിർമ്മിക്കാനായിട്ട് ചിലവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നല്ല ഉറപ്പുള്ള മണ്ണൊക്കെ ആണെങ്കിൽ കോസ്റ്റിലും കുറയ്ക്കാം. അതുപോലെ ടൈല്, സാനിറ്ററി ഫിറ്റിങ്സ് ഇതൊക്കെ കുറഞ്ഞ റേറ്റിലുള്ള എടുക്കുകയാണെങ്കിൽ കോസ്റ്റ് കുറയ്ക്കുന്നതിനനുസരിച്ച് അതിന്റെ ക്വാളിറ്റിയിലും വ്യത്യാസം വരും എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യമായിട്ട് ഫൗണ്ടേഷന്റെ എർത്ത് വർക്ക് 12,200 രൂപയാണ് വരുന്നത്. ഹിറ്റാച്ചി കൊണ്ട് മണ്ണ് മാറ്റുന്ന അതിന്റെ ലെവലിങ് കാര്യങ്ങൾ ഒക്കെയാണ്. അടുത്തത് കരിങ്കല്ലിന്റെ പണിക്ക് 1,55,000 രൂപ വരുന്നുണ്ട്. പിന്നെ അതിന്റെ മുകളിൽ ബെൽറ്റ് 89,000 രൂപ ബെൽറ്റിന്റെ കോസ്റ്റ് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മണ്ണ് നിറയ്ക്കുന്നതിനൊക്കെ ആയിട്ട് 74,000 രൂപ വരുന്നുണ്ട്. പിന്നെ കോൺക്രീറ്റ് 79,000 രൂപ. അങ്ങനെയാണ് 4,10,000 രൂപ വരുന്നത്. അടുത്തായിട്ട് ബ്രിക്ക് വർക്ക് 4,72,000 രൂപ വരുന്നുണ്ട്. പിന്നെ ലിൻഡൽ സൺഷെയ്ഡ് 1,02,000 രൂപ. RCC സ്ലാബ് 4 ലക്ഷം രൂപ വരുന്നുണ്ട്. അങ്ങനെയാണ് 9,77,000 രൂപ ആ ഒരു സ്റ്റേജിൽ വരുന്നത്. ഇനി അതിന്റെ ഫിനിഷിംഗ് വർക്കുകൾക്ക് പോവുകയാണെങ്കിൽ പ്ലാസ്റ്ററിങ് 3,20,000 രൂപ, പെയിന്റിങ് 2,31,000 രൂപ, ടൈല് 2,33,000 രൂപ, പിന്നെ ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ഡോർസ്, വിൻഡോസ് ഒക്കെ ആയിട്ട് 5,04,000 രൂപ. അങ്ങനെ 12,99,000 രൂപ ആ ഒരു സ്റ്റേജിൽ വരുന്നു. അങ്ങനെ ആകെയാണ് നമുക്ക് 26,88,638 രൂപ ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് കോസ്റ്റ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് റേറ്റ് 1,920.
വീടിന്റെ പ്ലാനും ഡിസൈനെ സംബന്ധിച്ച വീഡിയോസ് ആണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. കൃഷ്ണയിലേക്ക് ഇതുപോലെ കൂടി താല്പര്യമുള്ള ആൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.